ഹേ ഗായ്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെറിയൊരു ചലഞ്ചാണ്. ഇവിടെ ഈ സ്റ്റിക്കിന്റെ മുകളിൽ ഒരു ബോൾ കണ്ടില്ലേ, ഈ ബോൾമേൽ കൊള്ളിക്ക എങ്ങനാന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മള് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻട്രലിൽ മൂന്ന് ബോൾ വെക്കും. ഈ 3 ബോളിൽ ആരാണോ ഈമ കൊള്ളിക്കുന്നത് ആ ആളായിരിക്കും വിന്നർ. ഈ സ്റ്റിക്ക് പോലെ എവിടെയും കൊള്ളിക്കാൻ പറ്റില്ല, കറക്റ്റ് ഈ ബോളുമ്പോൾ തന്നെ കൊള്ളിക്കണം. കൊള്ളിക്കുന്ന ആൾക്ക് ഇതിൻ്റെ വകെ ഇന്ന് എന്തെങ്കിലും ഒരു ഫുഡ്, ഒന്നെങ്കിൽ പേയ്മെന്റ് അല്ലെങ്കിൽ ഫുഡ്. അപ്പോൾ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ആരൊക്കെ ഉള്ളതെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം. ഗായ്സ്, നല്ല വെയിലാണ്. സിനാന് കൊട ചൂടിയിട്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. എൻ്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം പേടിക്കുന്ന കൊടൻ്റെ അടുത്താണ്. കൊട കന്നക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ളത് ഒന്ന് സിനാന്, അതേപോലെ തന്നെ നമ്മുടെ ഡാനിഷ്, പിന്നെ ഒരു പുതിയ മുഖം ഉണ്ട്. ആരാന്നുള്ളത് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തെ പുതിയ മുഖം നമ്മുടെ എന്തേലും പേര് സാബിത്ത്. സാബിത്ത് വെള്ളമൊക്കെ ഉണ്ട് കയ്യിലോണ്ട്. സാബിത്തെ ഇല്ലെങ്കിൽ വിന്നാവോ? സംഭവം ചെറുതാണ്. നമ്മൾ ഈ സെന്ററിൽ നമ്മൾ 3 ബോൾ അപ്ലൈ ചെയ്യും. ഇവിടുന്ന് കറക്റ്റ് ആ ബോളിന്റെ മൂർത്താവിൽ ആരാണ് കൊള്ളിക്കുന്നത് ആ ആളായിരിക്കും വിന്നത്. റെഡി അല്ലേ? എക്സൈറ്റഡ് അല്ലേ? കൊള്ളിക്കോ? നമ്മളെ എല്ലാ ചലഞ്ചിലെ വിന്നർ നമ്മളെ സിനാനാണ്. ഈ ചലഞ്ചിൽ സിനാന് എന്തെങ്കിലും നടക്കും? എനിക്കെന്നല്ല, വേറെ വർത്താനൊന്നുമില്ല. ഓക്കെ ഗൈസ്, സിറ്റുവേഷൻ മനസ്സിലായില്ലേ? ഭയങ്കര ചൂടാണ്, ഓംലേറ്റ് അടിക്കാം. അപ്പോൾ 3 ബോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ സ്റ്റിക്ക് ഉണ്ട്. അപ്പം ഇനി പറച്ചിലും കാര്യങ്ങളൊന്നുമില്ല. ഇനി വീഡിയോയിൽ ട്രൈ സ്റ്റാർട്ട് ആവാൻ പോവാണ്. ഓക്കെ, റെഡി? കസിന്റെ ഉമ്മ മോളൂസ് അല്ലേ? മോളൂസ് ഏത് കുട്ടി അല്ലേ? ഇവിടെ കുട്ടിയെ സെറ്റ് ആയിട്ടുണ്ട്. കുട്ടി വിളിക്കുന്നുണ്ട്, മോളൂസ് വിളിക്കുന്നുണ്ട്. ഓൻ ആദ്യം പറഞ്ഞ മോളൂസ് അല്ലേ? ആ അതില്ലേ? ആ ഏത് മോളൂസ്? ഇവിടെ കുട്ടി ഒട്ടുച്ച വിളിക്കാൻ നമുക്ക് കുട്ടി, നമ്മള് പാവങ്ങളല്ലേ. അങ്ങനെ ഏതായാലും നമ്മൾ കണ്ടന്റിലേക്ക് എടുക്കാം. എന്നാലും അങ്ങ് കുട്ടി തെറ്റായി. ആയിക്കോട്ടെ, ശരി. ഏതായാലും ഡാൻഷിന്റെ ഫസ്റ്റ് ട്രൈ. ഡാൻഷേ കൊള്ളിക്കോ? കഴിഞ്ഞ ചലഞ്ചില് നമ്മൾ ഫെയിലാണ്. ഈ ചലഞ്ചില് സിനാൻ ജയിക്കൂല എന്നാണ് നമ്മൾ ഡാനിഷ് പറഞ്ഞത്. ഡാനിഷേ ഈ ജയിക്കോ? ഓൻ ജയിക്കില്ല. ഈ ജയിക്കോ? അയ്യോ, സ്റ്റിക്കുമ്പോ കൊള്ളിക്കാൻ പറ്റില്ല, ബോളുമ്പോ തന്നെ കൊള്ളിക്കണം. ഓക്കെ, റെഡി? പോയിക്കോ. ആ നിസാരോ കണ്ടാ മതി. ആ നിസാരം ഒന്നും കാണട്ടെ. കാലത്ത് 6 ഗോൾ അടിക്കാനല്ല പറഞ്ഞു. 3 ഫെയിലായി. ഡാൻഷേ ഈലും ഫെയില്. ബോളും എടുത്തുണ്ട്. അടുത്ത ആളും കൊണ്ട് പോവാ. അടുത്ത ആള് നമ്മളെ മറ്റാരുമല്ല, നമ്മളുടെ പുതിയ മുഖോ, നമ്മുടെ ഷബീബ് അല്ല സാബിത്ത്. മാറിപ്പോണ് പഠിച്ചോനെ. അപ്പം നമ്മുടെ സെക്കൻഡ് ട്രൈ ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മളുടെ സാബിത്താണ്. സാബിത്ത്, താങ്കൾക്ക് ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? നോക്കാടിക്കുക. കൊള്ളിക്കോ? കഴിഞ്ഞ കളിയിൽ ഏതായാലും കഴിഞ്ഞ ചലഞ്ചിൽ ഏതായാലും ഫെയിലാണ്. കാണാത്തവരുണ്ടെങ്കിൽ അടിയിൽ പിൻ ചെയ്യുക, പോയി കണ്ടോളി. റെഡിയാണോ? ഓക്കെ. അതേപോലെ അടുത്ത എന്ത് ചലഞ്ച് വേണമെന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അല്ലേ? അതല്ല അതിന്റെ ശരി? എന്നാ ചെയ്തോ. വരും അങ്ങനെ തന്നെ. റിപ്പീറ്റ്. പോസ്റ്റിലേക്ക് അടിക്കുന്നു. ടാർഗറ്റ് ഇല്ല. 4. ഓക്കെ, മൂന്നാമത്തെ. ഭാഗ്യല്ല, അടുത്ത നോക്കാം. ഗൈസ്, അങ്ങനെ മൂന്നാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തുറപ്പിച്ചിട്ടായ നമ്മുടെ സിനാനാണ്. സിനാൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കൊള്ളും. സിനാന് കുട്ടിയൊക്കെ സെറ്റായ സന്തോഷത്തിലാണ്. കുട്ടിയൊക്കെ സെറ്റ് ആയിട്ടാണോ? കുട്ടി കഴുത്തിൽ കടിക്കുക വരെ ചെയ്തത്. ഉറുമ്പ് അടിച്ച. ഓക്കെ, അപ്പൊ ഉറുമ്പ് ആള് ആരാന്നല്ല അറിയാ. ഉറുമ്പിന്റെ പേര് മോളൂസ് എന്നല്ലേ? സേവ് ആക്കിച്ചു. മോളൂസ് ആണ്. മോളൂസ് അടിക്കട്ടെ. ഓക്കെ, ചെങ്ങായി എല്ലാത്തിലും കൊള്ളിക്കാറുണ്ട്. 6. ഇതിൽ 6 ആണ്. 4. ജസ്റ്റ് മിസ്. സോ ക്ലോസ്. മൂന്നാമത്തെ. ഇതില് കൊണ്ടില്ല. എല്ലാത്തിലും അയക്കില്ലല്ലോ. കൊണ്ടില്ല. ഇതിലെന്താ കൊള്ളിക്കാത്ത? ഒന്നുകൂടി എല്ലാത്തിലും ട്രൈ. ഒന്നുകൂടി. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ കൊള്ളിച്ചാൽ ഞാൻ കഴിച്ചല്ലോ. ഗൈസ്, ലാസ്റ്റ് ട്രെയിൻ്റെ ആണ്. ഇതിൽ ഞാൻ കൊള്ളിച്ചാൽ ഞാൻ വിന്നർ, ഇല്ലെങ്കിൽ ഒന്നും കൂടി പോകും. അപ്പൊ റെഡി അല്ലേ? കാണാൻ കൊള്ളണേ? നോക്കിന്നോ.
കാറ്റടിക്കുന്നു, ചിലപ്പോ ബോൾ വളയിട്ടോ. ചിരിക്കണ്ടടാ, ചിരിക്കണ്ട. മൂന്നാമത്തെ ഇത് കൊള്ളു. ജസ്റ്റിസ്. അപ്പം ഒറ്റ ട്രൈ കൂടി ഉണ്ടാവും. മൂന്നാളും ഒറ്റൊന്നും കൊള്ളിച്ചില്ല. ലാസ്റ്റ് ട്രൈ ഇതിൽ കൊള്ളിച്ചാൽ വിന്നർ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് വീഡിയോ പോയിന്റ് ചെയ്യും. ഗൈസ്, ഫസ്റ്റ് റൗണ്ടിൽ എല്ലാവരും ഫെയിലായി. സെക്കൻഡ് റൗണ്ട്, ലാസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് ട്രൈ നമ്മുടെ സാബിത്തെ റെഡിയല്ലേ? തോന്നെ വർത്താനത്ത് നിൽക്കണം. ഓക്കെ. ജസ്റ്റ് സാബിത്തിന്റെ രണ്ടാമത്തെ ട്രൈ, ലാസ്റ്റ് ട്രൈ. സോ ക്ലോസ്. ഇതിലും സാബിത്ത് ഒറ്റൊന്നും കൊള്ളിച്ചില്ല. ഇനി അടുത്ത ആള് നമ്മുടെ ഡാനിഷ്. ഗൈസ്, അപ്പോൾ സെക്കൻഡ് റൗണ്ടിലെ രണ്ടാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡാനിഷാണ്. ഡാനിഷേ, ഇതിലെന്തെങ്കിലും നടക്കോ? ഏതായാലും പോയി വെക്കാം. സോ ക്ലോസ്. സെക്കൻഡ് 6. മൂന്നാമത്തെ കൊണ്ടോ കൊണ്ട് കൊണ്ടോ കാര്യം പറ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. റിപ്പീറ്റ് ചെയ്ത് നോക്കണ്ടേ? സ്റ്റിക്ക് പോലെ അല്ല, റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ. സെക്കൻഡ് റൗണ്ടിലെ മൂന്നാമത്തെ ട്രൈ നമ്മുടെ സിനാനാണ്. നമ്മുടെ ഡാനിഷ് 1 സ്കോർ ചെയ്ത്. ഇതിൽ 2 തട്ടിയാൽ ഡാനിഷിനെ കടത്തി വിട്ടാ. റെഡിയാണോ? റെഡിയാ. കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്? കുറച്ചുണ്ട്. അടിച്ചാണ് കയറ്റിയാലോ? ഇനി എങ്ങനെയായാലും കൊണ്ടാൽ മതി. പോസ്റ്റ് കടിക്കാനല്ല പറഞ്ഞ, അതിമ്മ കൊള്ളിക്കാൻ പറഞ്ഞു. ഓക്കെ, ട്രൈ. ആ തവളയൊക്കെ ചാടണോ? ഞാൻ അടിച്ചടി കയറ്റിയാലോ? എന്താ ക്രിസ്ത്യാനോ? അടിച്ചടി കയറ്റിയാലെന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണുന്നത് മജല്ല. ഇതാണ് ഏറ്റവും നമ്മളിപ്പോ ചടത്തിലെ ചലഞ്ചിലെ ഏറ്റവും ടാസ്ക്. ക്രോസ് ബാർ ആകുമ്പോൾ നീണ്ടു കിടക്കുക, ഇത് സിംഗിൾ ആയിട്ട് നിൽക്കുക. അതിന്മേൽ കൊള്ളിക്കുന്നതാണ് കഴിവ്. ഇത് എന്തോ ഒരു ഭാഗ്യത്തിന് കൊണ്ടുവന്നൊക്കെ പറയല്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അടുത്തത് ഞാൻ. ലാസ്റ്റത്തെ ട്രെയിൻ എൻ്റെ ആണ്. ഇതിൽ ഞാൻ 2 കൊള്ളിച്ചാൽ നിങ്ങളെല്ലാവരും ചില നിർത്തല്ലോ. നിർത്തൂലേ? കാണിച്ചരാ, നോക്കിന്നോ എങ്ങനെ കൊള്ളിക്കലെന്ന്. വെറുതെ പറയട്ടോ, നടക്കൊന്നുമില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. സോ ക്ലോസ്. ഫസ്റ്റത്തെ. രണ്ടാമത് ചെലുക്കി. ഏതായാലും ഞാനും ഫെയിലായി. നമ്മുടെ വിന്നർ മറ്റാരുമല്ല, നമ്മുടെ എൻ്റെ പേരെന്തേനു? ഡാനിഷാണ് നമ്മളെ വിന്നർ. ഈ നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നേരത്തെ ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓന് ഈ ചലഞ്ചിൽ ഓന് ജയിക്കുന്നോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് ഒരു 2 വാക്ക്? പ്രൗഡ് തോന്നുന്നു. അതിൻ്റെ ഓനെ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.